Hi all, welcome to the class of Mechanics of Solids. I am Rihanna here. Today we are going to study about a numerical problem from the portion Shear Stress Distribution at various sections. നമ്മൾ different sectionsന് ബീമിൻ്റെ different sectionsന് across ആയിട്ടുള്ള shear stress distribution വേണ്ടിയിട്ടുള്ള ഡെറിവേഷൻ എല്ലാം പഠിച്ചിരുന്നു. റെക്ടാങ്കുലർ സെക്ഷൻ, ട്രയാങ്കുലർ സെക്ഷൻ, സർക്കുലർ സെക്ഷൻ ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ വുഡൻ ബീം 100 mm wide and 150 mm deep is simply supported over a span of 4 meters. If the shear force at a section of the beam is 4500 Newton, find the shear stress at a distance of 25 mm above the neutral axis. എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസ്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്. എന്താ? ഒരു വുഡൻ ബീമാണ്, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനാണ്. കാരണം 100 mm വിഡ്ത്തും 150 mm ഡെപ്തും പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് എ റെക്ടാങ്കുലർ വുഡൻ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത് 4 meters. അതിലേക്ക് ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് 4500 Newton. ഇതിലേക്ക് എവിടെയാണ് ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് ആവുന്നത്? 25 mm എബോവ് ദ ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസിന് മുകളിൽ 25 mm എബോവ് ആയിട്ടാണ് ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ഗിവൺ ഡാറ്റ എല്ലാം എടുത്തെഴുതാം. നമുക്കറിയാം the width of the beam is given as 100 mm. So B is equal to 100 mm. The depth is given as 150 mm. So D is equal to 150 mm. The shear force F is given as 4500 Newton. Now, ഇനി നമുക്കറിയാം ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താ? Let Q be the shear stress. Q ആണെങ്കിൽ Q is equal to FA y bar divided by IB, where F is the shear force, A is the area of cross section, y bar is the center of distance, I is the moment of inertia and B is the width of the section. അല്ലേ? സോ ഇതിനകത്ത് അൺനോൺ ടേം ഏതുണ്ട്? ഒരു ടേംസും അൺനോൺ ഇല്ല. സോ വി ക്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഗെറ്റ് ദ വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ്. ഇനി നമുക്ക് വൈ ബാർ കണ്ടുപിടിക്കാം. സോ വൈ ബാറും ഐയും നമുക്ക് കിട്ടിയാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റും. വൈ ബാർ ഇസ് ഈക്വൽ ടു 25 പ്ലസ് സെൻട്രൽ ഡിസ്റ്റൻസ് ആണ് 50/2 അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു 50 mm. അതേപോലെ തന്നെ ഐ റെക്ടാങ്കുലർ സെക്ഷൻ ആയത് കാരണം ഐയുടെ വാല്യൂ BD³ ഡിവൈഡഡ് ബൈ 12 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ബിയുടെ വാല്യൂ 100 ഇൻറ്റു ഡിയുടെ വാല്യൂ 150 BD³ ഡിവൈഡഡ് ബൈ 12, which we will obtain as 28.125 into 10 raised to 6 millimeter raised to 4. And now we have to calculate the shear stress, which is equal to FA y bar by IB. For that, A is equal to width into thickness. That is equal to 100 into 50, 5000 millimeter square. സോ നമുക്ക് ഷിയർ ഫോഴ്സ് എഫിൻ്റെ വാല്യൂ അറിയാം, ഏരിയയുടെ വാല്യൂ അറിയാം, വൈ ബാറിൻ്റെ വാല്യൂ അറിയാം, ഐയുടെ വാല്യൂ അറിയാം, ബിയുടെ വാല്യൂ അറിയാം. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് ഈക്വൽ ടു FA y bar ഡിവൈഡഡ് ബൈ ബി. എഫിൻ്റെ വാല്യൂ 4500 ഇൻറ്റു എയുടെ വാല്യൂ 5000 ഇൻറ്റു വൈ ബാർ 50 ഡിവൈഡഡ് ബൈ ഐയുടെ വാല്യൂ 28.125 into 10 raised to 6 into bയുടെ value 100. So we will obtain the shear stress as 0.4 Newton per mm square. So the shear stress at a distance 25 mm is obtained as 25 mm from the neutral axis is obtained as 0.4 Newton per mm square. അതാണ് നമ്മളോട് പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. ഓക്കെ.
ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A rectangular beam 100 mm wide and 250 mm deep is subjected to a maximum shear force of 50 kN. Determine the average shear stress, maximum shear stress and the shear stress at a distance of 25 mm above the neutral axis. ഈ ക്വസ്റ്റ്യനിലും റെക്ടാങ്കുലർ ബീമാണ് പറഞ്ഞിരിക്കുന്നത്. വിഡ്ത്ത് തന്നിട്ടുണ്ട് ബി ഈസ് ഈക്വൽ ടു 100 mm, ഡെപ്ത് തന്നിട്ടുണ്ട് ഡി ഈസ് ഈക്വൽ ടു 250 mm, which is subjected to a shear force having a magnitude of 50 kN. ഈ ഒരു ബീമിലേക്ക് പ്രൊഡ്യൂസ്ഡ് ആവുന്ന ആവറേജ് ഷിയർ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ് കൂടാതെ 25 mm എബോവ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 25 mm എബോവ് ദ ന്യൂട്രൽ ആക്സിസിലുള്ള ഷിയർ സ്ട്രെസ്, ഇത് മൂന്നും കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഗിവൺ ഡാറ്റ ആദ്യം എടുത്തെഴുതാം. വിഡ്ത്ത് തന്നിട്ടുണ്ട് ബി ഈസ് ഈക്വൽ ടു 100 mm, ഡെപ്ത് തന്നിട്ടുണ്ട് ഡി ഈസ് ഈക്വൽ ടു 250 mm, നമ്മുടെ ഷിയർ ഫോഴ്സ് തന്നിട്ടുണ്ട് 50 kN, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 × 10⁻³ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് ഷിയർ സ്ട്രെസ്സും മാക്സിമം ഷിയർ സ്ട്രെസ്സും, ഷിയർ സ്ട്രെസ് അറ്റ് എ ഡിസ്റ്റൻസ് 25 mm എബോവ് ദ ന്യൂട്രൽ ആക്സിസും ആണ്. So let Q be the actual shear stress, Q average be the average shear stress and Q max be the maximum shear stress. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ആദ്യം ആവശ്യപ്പെട്ടിരിക്കുന്ന ആവറേജ് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനാണ്. നമ്മൾ അതിനെ ക്യൂ ആവറേജ് എന്ന് നൊട്ടേറ്റ് ചെയ്തു. ക്യൂ ആവറേജ് ഓർ ആവറേജ് ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇവിടെ നമുക്ക് ഫോഴ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 50 × 10⁻³ ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ബി ഡി ആണ്, വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത്. Therefore, it is equal to 50 × 10⁻³ divided by width is equal to 100 and depth is equal to 250 mm respectively. Therefore, we will obtain the average shear stress as 2 Nm/mm². Now, നമുക്ക് ആവറേജ് ഷിയർ സ്ട്രെസ് കിട്ടി. ഇനി നമ്മളോട് സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം റെക്ടാങ്കുലർ സെക്ഷൻ്റെ കേസസ് മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഷിയർ സ്ട്രെസ്സിൻ്റെ 1.5 ടൈംസ് ആയിരിക്കും. Therefore, maximum shear stress is equal to 1.5 × 2, that is equal to 3 Nm/mm². സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു, ആവറേജ് ഷിയർ സ്ട്രെസ്സും മാക്സിമം ഷിയർ സ്ട്രെസ്സും. നമുക്കിനി അടുത്ത വേണ്ട ഷിയർ സ്ട്രെസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 25 mm ഫ്രം ന്യൂട്രൽ ആക്സിസ് ആണ്. ഇൻ ജനറൽ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, FA_y ഡിവൈഡഡ് ബൈ IB. ഇതിനകത്ത് നോണായിട്ടുള്ള ടേംസ് എന്തൊക്കെയുണ്ട്? എഫ് അറിയാം, 50 × 10⁻³ ന്യൂട്ടൺ. y ബാർ അറിയില്ല, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഈ പോർഷൻ്റെയാണ് വേണ്ടത്. സോ 25 ഈ ഡിസ്റ്റൻസ് പ്ലസ് ഇതിൻ്റെ സെൻട്രൽ ഡിസ്റ്റൻസ് 100 ഡിവൈഡഡ് ബൈ 2 which is equal to 75 mm. y ബാർ കിട്ടി. ഇനി I നമുക്കറിയാം, റെക്ടാങ്കുലർ സെക്ഷൻ ആയത് കാരണം BD³ ഡിവൈഡഡ് ബൈ 12. വിഡ്ത്ത് അറിയാം 100, ഡെപ്ത് 250³ ഡിവൈഡഡ് ബൈ 12 which is obtained as 130.208 × 10⁻⁶ mm². ഇനി ഏരിയ എന്ന് പറയുന്നത് BD ആണ്, അതായത് 100. ഇനി നമുക്ക് ഷെയ്ഡഡ് പോർഷൻ്റെയാണ് വേണ്ടത്. സോ 100 × 100, ഇത്രയും പോർഷൻ മതി. ഡെപ്തും 100, വിഡ്ത്തും 100. സോ ഏരിയ ഈസ് ഈക്വൽ ടു 10⁻⁴ mm². ആൻഡ് നൗ ദ വിഡ്ത്ത് ഈസ് 100 mm അല്ലേ. സോ നമുക്ക് ക്യൂ ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂ ഈസ് ഈക്വൽ ടു 50 × 10⁻³ into 10⁻⁴ into 75 divided by 130.208 into 10⁻⁶ into 100. So we will obtain the average value of shear stress as 2.88 Newton per
mm². സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞത്. ആവറേജ് ഷിയർ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ് അറ്റ് 25 mm ഫ്രം ന്യൂട്രൽ ആക്സിസ്. നമ്മൾ 3 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദ ആവറേജ് ഷിയർ സ്ട്രെസ് വാല്യൂ ഈസ് ഒബ്റ്റൈൻഡ് ആസ് 2 Newton per mm². Maximum shear stress is 1.5 times that of the average shear stress, which is equal to 1.5 into 2, that is 3 Newton per mm², and the shear stress at a distance 25 mm from the neutral axis is obtained as 2.88 Newton per mm². എപ്പോഴും ഓർത്തിരിക്കുക, ഷിയർ സ്ട്രെസ്സിൻ്റെ ജനറൽ ഇക്വേഷൻ FA_y bar divided by IB ആണ്. where F is the shear force, y bar is the centroid distance, A is the area of cross section, I is the moment of inertia and V is the width of the section. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ലെക്ചറിൽ ചെയ്ത 2 പ്രോബ്ലംസും ബീംസ് വിത്ത് റെക്റ്റാങ്കുലർ സെക്ഷനാണ്. ഇനി നമുക്ക് ട്രയാങ്കിളിൻ്റെ സർക്കിളിൻ്റെ ഒക്കെ ഇങ്ങനെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. സോ ഓക്കെ, താങ്ക് യു. പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ഓക്കെ.